തമിഴ്നാട്ടിൽ ടി.വി.കെ സർക്കാർ രൂപീകരണത്തിന് വഴിതെളിയുന്നു. പുറത്തുനിന്നുള്ള പിന്തുണയോടെയും ടി.വി.കെക്ക് ഭൂരിപക്ഷം തെളിയിക്കാമെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ നിലപാട് വ്യക്തമാക്കി. കോൺഗ്രസിന്റെ പിന്തുണ ഉറപ്പാക്കിയതിന് പിന്നാലെ ചെറു പാർട്ടികളെയും ഒപ്പം കൂട്ടാനാണ് വിജയുടെ നീക്കം. വിശദാംശങ്ങളുമായി ഇ.ആർ. രാഗേഷാണ് ചേരുന്നത്. രാഗേഷ്, അപ്പോൾ 118 സീറ്റുകളാണല്ലോ വേണ്ടത്, അതായത് ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് വേണ്ടത്. അപ്പോൾ ഇനി വിജയ് കോൺഗ്രസിന്റെ പിന്തുണ ഉറപ്പാക്കിയതിന് ശേഷം മറ്റേതൊക്കെ ചെറുപാർട്ടികളുടെ പിന്തുണയാണ് നിലവിൽ തേടാൻ ശ്രമിക്കുന്നത്? അവരുടെ സീറ്റ് നില ഇപ്പോൾ എങ്ങനെയാണ്? അതുകൂടി ആയാൽ വിജയ്ക്ക് ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് അനായാസം കടക്കാൻ കഴിയുന്ന നിലയാണോ ഉണ്ടാകുക? അതേ ശ്യാമിലി, സർക്കാർ രൂപീകരണത്തിന് വഴി തെളിവുകയാണ്. പ്രത്യേകിച്ച് ഗവർണർ തന്നെ നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അതിന് വേഗം കൂട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ടി.വി.കെ. കാരണം പുറമേ നിന്നുള്ള പിന്തുണയോടുകൂടിയും സർക്കാർ രൂപീകരിക്കാമെന്ന് ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് മറ്റു പാർട്ടികളുമായി ചർച്ചകളിലേക്ക് ഇപ്പോൾ കടന്നത്. ഏതായാലും എ.ഐ.സി.സി നേതൃത്വം ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. DMK ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ടി.വി.കെ പിന്തുണയ്ക്കുന്നു. ടി.വി.കെയുടെ സഖ്യകക്ഷിയായി ഇപ്പോൾ കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. അത് കേവലം സർക്കാർ രൂപീകരണത്തിലേക്കുള്ള സഖ്യം മാത്രമല്ല, മറിച്ച് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, രാജ്യസഭാ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഇതിലൊക്കെ തന്നെ ഈ സഖ്യം ഉണ്ടാകും എന്നാണ് എ.ഐ.സി.സി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് തമിഴ്നാടിന്റെ പൊതുവികാരമാണ്, അതിനൊപ്പം നിൽക്കുന്നു എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുള്ളത്. കോൺഗ്രസിന് 5 അംഗങ്ങളുണ്ട്, ടി.വി.കെക്ക് 108. സ്വാഭാവികമായും 113 അംഗങ്ങളുടെ പിന്തുണ അപ്പോൾ തന്നെയായി. പക്ഷേ 2 അംഗങ്ങൾ എന്ന് പറയുന്നത് വിജയ് 2 മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കുന്ന സാഹചര്യത്തിൽ ടി.വി.കെയുടെ അംഗബലം 107 ചുരുങ്ങും. അപ്പോൾ കേവല ഭൂരിപക്ഷത്തിന് അപ്പോൾ വേണ്ടത് 117 അംഗങ്ങളാണ്. എന്നിരുന്നാൽ പോലും 5 അംഗങ്ങളുടെ പിന്തുണ കൂടി ഉറപ്പാക്കണം. ഇതിനായി ഇടതു പാർട്ടികളുമായി പിന്തുണ ടി.വി.കെ തേടുന്നുണ്ട്. പക്ഷേ DMKയുടെ സഖ്യകക്ഷിയാണ് ഇടതു പാർട്ടികൾ. പൊടുന്നനെ മുന്നണി മാറുന്നതിൽ ധാർമ്മിക പ്രശ്നം ഇടതു നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ NDA ക്യാമ്പിലേക്ക് വിജയ് പോകാതിരിക്കാൻ ജാഗരൂകരാകണമെന്ന നിലപാടും ഇടതു നേതാക്കൾക്കുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ പുറമേ നിന്നുള്ള പിന്തുണ, അല്ലെങ്കിൽ വോട്ടെടുപ്പ് സമയത്ത് ഭൂരിപക്ഷം തെളിയിക്കുന്ന വേളയിൽ സഭയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന നിലപാടിലേക്കൊക്കെ തന്നെ ഇടതു പാർട്ടികൾ അത്തരം ആലോചനകളിലേക്കൊക്കെ തന്നെ കടക്കുന്നുണ്ട്. നാളെയോ മറ്റന്നാളോ അന്തിമ തീരുമാനം പ്രഖ്യാപിക്കാം എന്ന നിലപാടിലാണ് ഇടതു പാർട്ടി നേതാക്കളുള്ളത്. ഇത് കൂടാതെ NDA കക്ഷികളെയും ആയും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്, ചർച്ചകൾ നടത്തുന്നുണ്ട് ടി.വി.കെ. പ്രത്യേകിച്ച് PMK NDAയുടെ സഖ്യകക്ഷിയാണ്. അവർക്ക് 4 അംഗങ്ങളുണ്ട്. പക്ഷേ അവരും തീരുമാനം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം ഉപമുഖ്യമന്ത്രി സ്ഥാനം അടക്കമുള്ള ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചെന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മാത്രവുമല്ല, കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടന ഉണ്ടാകുമ്പോൾ അൻപുമണി രാംദാസിന് ഒരുപക്ഷെ കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടി പരിഗണിച്ചായിരിക്കും PMKയുടെ തീരുമാനം. ഏറ്റവും ഒടുവിലുള്ളത് ADMKയുടെ കാര്യമാണ്. ADMK എടപ്പാടി പളനിസ്വാമി ടി.വി.കെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ വേണ്ടതില്ല, അത്തരം നിലപാടിലേക്ക് പോകേണ്ടതില്ല എന്ന നിലപാടാണ് ആദ്യം മുതൽ ആവർത്തിക്കുന്നത്, ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട് അദ്ദേഹം. പക്ഷേ പാർട്ടിക്കകത്ത് പൊതുവികാരം തിരിച്ചാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി വിജയെ പിന്തുണയ്ക്കണമെന്ന നിലപാട് ADMKയിൽ ശക്തമാണ്. SP വേലുമണി അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ എടപ്പാടിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിലും ഒരുപക്ഷെ ADMKയും നിലപാട് മാറ്റിയേക്കാം. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ അനുസരിച്ച് നമ്പറുകൾ തികയ്ക്കുക എന്നത് ടി.വി.കെ സംബന്ധിച്ച് നടക്കുന്ന കാര്യമാണ്. അത്തരം ചർച്ചകളിലേക്ക്, അല്ലെങ്കിൽ ആ നമ്പറിലേക്ക് ഇപ്പോൾ ടി.വി.കെ ഏതായാലും അടുക്കുകയാണ്. ഏതായാലും DMK ഇപ്പോൾ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയത് ജനവികാരം അത് ടി.വി.കെക്ക് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ വിജയ് തന്നെ ഭരിക്കട്ടെ, മറ്റു നീക്കങ്ങളിലേക്കില്ല എന്ന് DMK വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് പൊടുന്നനെ പാളയം മാറിയതിൽ വലിയ എതിർപ്പ് DMKക്കകത്തുണ്ട്. പ്രത്യേകിച്ച് പുറകിൽ നിന്ന് കുത്തി എന്നടക്കമുള്ള പ്രയോഗങ്ങൾ, പരാമർശങ്ങൾ പല DMK നേതാക്കളുടെ ഭാഗത്തുനിന്നും ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ശ്യാമിലി. ശരി, ഇ.ആർ. രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്.